യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനം. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈ ദൈവവചനം യേശുക്രിസ്തു പറയുന്നതിൻ്റെ സാഹചര്യം നമ്മൾക്കറിയാം. വ്യഭിചാരത്തിൽ വിധിക്കപ്പെട്ട തെറ്റ് ഈ സ്ത്രീയുടെ മാത്രമാണെന്ന് വിധി പറഞ്ഞ ഒരു സമൂഹം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം ഈശോ വളരെ വ്യക്തതയോടെ അവിടെ കൂടി നിൽക്കുന്ന ഓരോ വ്യക്തിയെയും മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന വചനഭാഗം, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ദൈവവചന ഭാഗം. മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മുടെ നാവ് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം വിധിക്കപ്പെടണം. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് പുനർചിന്തനം ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ ഇല്ലയോ? ഞാൻ പാപിയാണോ? ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ പാപിയാണോ എന്ന് സ്വയം ചോദിക്കുക. ആണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയുക, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യന്, എന്നോട് കരുണ തോന്നണമേ എന്ന്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.